ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് ഈ കൊലപാതക പരമ്പരയുടെ പ്രതിയായ അഫാൻ്റെ പിതാവ് റഹീം. ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അയാൾ ഗൾഫിലായിരുന്നത് കൊണ്ട് മാത്രമാകണം അയാൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അഫാൻ തൻ്റെ പിതാവിനെയും കൊലപ്പെടുത്തുക തന്നെ ചെയ്യുമായിരുന്നു. കാരണം കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്തുകയും തുടർന്ന് താൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു ഈ അഫാൻ്റെ തീരുമാനം. പക്ഷേ വിദേശത്ത് ആയതുകൊണ്ട് മാത്രം റഹീമിന് ഈ മരണത്തിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷേ പലവട്ടം റഹീം പറയുകയുണ്ടായി, തന്നെയും അവൻ കൊലപ്പെടുത്തിയെങ്കിൽ മതിയായിരുന്നു. കാരണം തൻ്റെ ഭാര്യ മാത്രമാണ് അവശേഷിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു, തൻ്റെ ഉമ്മ മരണപ്പെട്ടു, സഹോദരനും ഭാര്യയും കൊല്ലപ്പെട്ടു. എല്ലാം തൻ്റെ മകൻ്റെ കൈകൊണ്ടാണ് സംഭവിച്ചത്. ഇനി ഈ കുറ്റത്തിൽ നിന്നും തൻ്റെ കുടുംബത്തിന് മോചനമുണ്ടാകാൻ സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ തനിക്കും മരണമായിരുന്നു നല്ലതെന്ന് ആ പാവം മനുഷ്യൻ പലവട്ടം പറയുകയുണ്ടായി. ഈ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം വളരെ നല്ലവരായ ഗൾഫ് സഹോദരങ്ങളുടെ സഹായം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ റഹീമിനെ കാത്തിരുന്ന ഈ ദുരന്തങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് എങ്ങനെ താങ്ങാൻ കഴിഞ്ഞു എന്ന് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ഭാര്യ ഷെമിയെ ഭാഗികമായെങ്കിലും തിരിച്ചു കിട്ടിയ ഒരു ആശ്വാസം മാത്രമേ ആ മനുഷ്യന് കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ ഒരു ചേർത്തു പിടിക്കലും റഹീമിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ സഹോദരങ്ങളാരും തന്നെ റഹീമിൻ്റെ ഭാര്യയായ ഷെമിയെ വീണ്ടും അടുപ്പം പുലർത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും വിമുഖത കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷെമിക്ക് ഒരു അഗതി മന്ദിരത്തിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്. ഈ റഹീം ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ മകൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട കാമുകിയായ ഫർസാനയുടെ വീട്ടിൽ പോയി മകനു വേണ്ടി അവരോടെല്ലാം മാപ്പ് ചോദിക്കണം എന്ന ആഗ്രഹം. പക്ഷേ റഹീമിൻ്റെ ഈ അഭ്യർത്ഥന ആ വീട്ടിൽ പല ആളുകളും എത്തിച്ചിരുന്നു. ആ വീട്ടിൽ വരണമെന്നും ഫർസാനയുടെ മാതാവിനെയും പിതാവിനെയും കണ്ട് തൻ്റെ മകനു വേണ്ടി മാപ്പ് ചോദിക്കണം എന്നുമുള്ള ആഗ്രഹം ഇങ്ങനെ പോയ ആളുകളെല്ലാം ആ കുടുംബത്തിൽ പറഞ്ഞു. എങ്കിലും ഈ ഫർസാനയുടെ മാതാവോ പിതാവോ അനുകൂലമായ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. ഫർസാനയുടെ മാതാവിനെ ആ വീട്ടിലെത്തി നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനും ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞതും ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തൻ്റെ മകളെ കൊലപ്പെടുത്തിയ കാമുകനോട് അവരുടെ കുടുംബത്തോടും ഇനി യാതൊരു തരത്തിലുള്ള പൊരുത്തം കൊടുക്കലും വേണ്ടെന്ന് തന്നെയാണ് ഫർസാനയുടെ കുടുംബത്തിൻ്റെ തീരുമാനം. റഹീം കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും റഹീമിൻ്റെ പുത്രനായ അഫാനാണല്ലോ ഈ കുറ്റങ്ങളെല്ലാം ചെയ്യുകയും തൻ്റെ നിരപരാധിയായ മകളെ കൊലയ്ക്ക് കൊടുത്തത് എന്ന ചിന്തയും ആ മാതാപിതാക്കളെ വേട്ടയാടുന്നുണ്ടാകും. പിതാവായ സുനിലിനും മാതാവിനും ഈ കാര്യത്തിൽ ഏക അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തമ്മിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് വന്ന റഹീമിൻ്റെ പ്രതിനിധികളെയെല്ലാം നിരാശയോടെ അവർ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഈ വ്യക്തിയെ തമ്മിൽ കാണാൻ ഒരിക്കലും ഫർസാനയുടെ
കുടുംബം അനുവദിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിചാരിതമായി എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ തമ്മിൽ കാണാൻ ഇട വന്നേക്കും എന്നുള്ളതല്ലാതെ തങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ വീട്ടിലെത്തി റഹീം മാപ്പപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന നിലപാട് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. സ്വാഭാവികമായും യാതൊരു മാതാപിതാക്കളും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. കാരണം അവരുടെ ഏക മകളാണ് അഫാൻ്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടത്. ആ നാട്ടിലൊക്കെ പ്രിയപ്പെട്ട പെൺകുട്ടിയാണ് ഫർസാന. കോളേജിലും മിടുമിടുക്കിയായ പെൺകുട്ടിയാണ്. നാളിതുവരെ അവളെക്കുറിച്ച് മോശപ്പെട്ട ഒരു അഭിപ്രായവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതുമല്ല. മിടുക്കിയായി പഠിച്ച് മിടുക്കിയായി വളർന്ന് ഒരു നല്ല ജോലി നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെയാണ് ഈ അഫാൻ എന്ന് പറയുന്ന കാമുകൻ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിൽ അയാൾ കാണിച്ച വൈരാഗ്യബുദ്ധി പോലും ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഫർസാനയെ കൊലപ്പെടുത്തുക മാത്രമല്ല, അവളുടെ മുഖം പോലും വികൃതമാകുന്ന തരത്തിലുള്ള കൊലപാതകമാണ് ഈ അഫാൻ ആ കുട്ടിയോട് ചെയ്തത്. തൊട്ട് തലേന്നു പോലും അവളുടെ കയ്യിൽ നിന്നാണ് 200 രൂപ വാങ്ങി പെട്രോൾ അടിച്ച് ഉമ്മയും മകനും കൂടി 50,000 രൂപയുടെ കടം ചോദിക്കാനായി പുറപ്പെട്ടത്. ബാക്കിയുള്ള 100 രൂപയ്ക്കാണ് അന്ന് ആ ദിവസം അവർ ദോശയും ചായയും വാങ്ങി കുടിച്ചതും. കൊലപാതകം നടക്കുന്ന ദിവസം 1 രൂപ പോലും ഇല്ലാത്ത സ്ഥിതിയിലായിരുന്നു ആ കുടുംബം. അതിൻ്റെയെല്ലാം വൈരാഗ്യവും നിരാശയുമൊക്കെ ആയിരിക്കാം ആ അഫാൻ എന്ന ചെറുപ്പക്കാരനെ ഈ കൂട്ടക്കൊലയ്ക്ക് അയാളെ പ്രേരിപ്പിച്ച ഘടകം. പക്ഷേ കടം ഉള്ളവരെല്ലാം ആരോടെങ്കിലും തിരിച്ചു ചോദിച്ചാൽ വൈരാഗ്യത്തോടു കൂടി അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിനെ അംഗീകരിക്കാൻ നമ്മുടെ കേരള ജനത ഒരിക്കലും തയ്യാറാവുകയില്ല. അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനും ദഹിക്കുന്നതല്ല അഫാൻ്റെ ക്രൂരമായ പ്രവർത്തികൾ. വൈരാഗ്യമുള്ളവരെല്ലാം തന്നെ കൊലപാതകം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മുടെ നാട് എന്നേ ഒരു കലാപഭൂമി ആകുമായിരുന്നു. ഇങ്ങനെ വൈരാഗ്യത്തിന് ഉള്ളതുകൊണ്ട് പ്രതികാരത്തോടുകൂടി കൊല്ലാൻ ഇറങ്ങുന്നത് സിനിമയിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണെന്ന് നമ്മുടെ പല യുവാക്കളും മറന്നുപോകുന്നു. അഫാൻ ഇപ്പോൾ ജയിലിൽ ശ്വാസം മുട്ടുന്ന ഒരു സ്ഥിതി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ചെയ്തു പോയ കുറ്റങ്ങളുടെ എല്ലാ അവസ്ഥയും അയാൾക്ക് ഇപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അയാൾ ജയിലിനുള്ളിൽ വളരെ നല്ല നടപ്പുകാരനായ ഒരു പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം ഇയാൾ മുൻകാലത്തൊരിക്കലും ഒരു ക്രൂരകൃത്യവും ചെയ്തിട്ടുള്ള വ്യക്തി അല്ല, ഒരു പാറ്റയെപ്പോലും ഉപദ്രവിച്ചിട്ടുള്ളവനല്ല എന്ന് മാതാവ് ഷെമി പലവട്ടം പോലീസിനോട് ബോധം കിട്ടിയ ശേഷം പറയുന്നുണ്ട് താനും. പക്ഷേ എന്ത് വന്നാലും ഈ തൻ്റെ മകൾ, തങ്ങളുടെ മകളായ ഫർസാനയെ കൊലപ്പെടുത്തിയ അഫാൻ്റെ പിതാവിന് തങ്ങളുടെ വീട്ടിൽ വന്ന് തങ്ങളുമായി ബന്ധപ്പെട്ട് മാപ്പ് ചോദിക്കാനും തങ്ങളോട് സംസാരിക്കാനും തങ്ങളെ ആശ്വസിപ്പിക്കാനും ഒന്നും ഒരു അവസരം നൽകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആ കുടുംബം ഉറച്ച് നിൽക്കുന്നത് എന്ന് പറയേണ്ടതുമുണ്ട്.